ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുകയാണെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെണ്ടക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് ഉലുവൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഓയിൽ നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവൂ. ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സൈസിലുള്ളൊരു സവാളയാണ് ചേർത്തെടുക്കുന്നത്. ഇനി വലിയ സൈസിലാണെങ്കിൽ ഒരു ഹാഫ് സവാള എടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അധികം സമയമൊന്നും വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു വെണ്ടക്ക പീസുകൾ ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക നമ്മൾ ചേർക്കുമ്പോൾ അങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്ത വെണ്ടക്കയാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിതാ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് എരിവോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പം എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതൊരു ടീസ്പൂൺ കുറച്ച് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സവാളയും വെണ്ടക്കയും അത് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് വെളുത്തുള്ളി അല്ലി ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അതെല്ലാം കൂടെ. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ നമ്മുടെ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഗ്യാസിലാണെങ്കിൽ സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ സവാളൊക്കെ ഒന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഈ ഒരു ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും അതിലാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇതൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ വീട്ടിലേക്ക് നന്നായിട്ടൊന്ന് വെണ്ടക്ക കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വെണ്ടക്ക പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു തോരനുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് കറി പോലും വേണ്ട. നല്ല എരിവും എല്ലാം ഉള്ള ഒരു ഐറ്റമാണല്ലോ അതിൽ. അപ്പോൾ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. മറക്കാതെ തന്നെ തയ്യാറാക്കി നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. എനിക്ക് ഇന്നത്തെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നെത്തോലി ഫ്രൈ ചെയ്തതും കൂടെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.